അല്ല ഇതാര് പുതിയ CI സാറല്ലയോ? എന്നതാ ഇങ്ങോട്ടൊക്കെ? I am Athena Alex. ഓ മേഡം വലിയ ഫേമസ് അല്ലയോ? അല്ല ഞാൻ എന്നെ വേണം കുടിക്കാൻ വല്ലതും? No thanks. Baby, எனக்கு ഫ്രെഡി അർജന്റാ பார்க்கணும். கூப்பிடு. അയ്യോ മേഡം അതിന് ഫ്രണ്ട് ഇവിടെ ഇല്ലല്ലോ. പോയി சொல்லாத സാർ. അയ്യോ ബേബിച്ചൻ കള്ളം പറയില്ല മാഡം. മേഡം സെർച്ചോ? അയ്യോ അറിയത്തില്ലേ, ഇത് ബേബിച്ചന്റെ വീടാ. அப்படியா? இந்த பேபிச்சன் யாரு? മേഡം ഫോൺ എടുത്തട്ടെ. சார் Athena, where are you? சார் ഞാനിപ്പോ ബേബി വീട്ടിൽ இருக்கேன். ഫ്രെഡിയെ No, താൻ അർജന്റായി സ്റ്റേഷനിൽ എത്തണം. This is my order. ഓക്കെ സാർ. അധീന, ഏത് ഓർഡറിന്റെ ബലത്തിലാ താൻ ബേബിയുടെ വീട്ടിലേക്ക് ഓടിക്കയറിയത്? യുനോ, താൻ ഉദ്ദേശിക്കുന്ന പോലെ വെറും ഒരു പുത്തൻ പണക്കാരനല്ല ഇയാൾ. ബേബി ആരാന്ന് തനിക്കറിയില്ല. പിന്നെ അത് തൻ്റെ സർക്കിളിൽപ്പെട്ട ഇടമല്ലല്ലോ. റവന്യൂ മിനിസ്റ്ററുടെ കസിനും ബിനാമയൊക്കെയാ ഈ ബേബിയും ഫ്രണ്ടിയും ഒക്കെ. ഇവിടെ വരും വരെ ദാ ഫോണിലായിരുന്നു ഞാൻ. തലയ്ക്ക് സ്വയം തന്നിട്ടില്ല മോളിലുള്ളവർ. എടോ, ഇപ്പോഴും രാഷ്ട്രീയക്കാരുടെ കയ്യിലെ കളിപ്പാവളാ ഞാനും താനോടങ്ങുന്ന പോലീസ് ഫോഴ്സ്. നമ്മൾ അനുസരിച്ചേ പറ്റൂ. பரவாயில்ல சார், நிறைய பார்த்துட்டேன். அதுக்குதான் ஒரு வருஷத்தில் 5 வாட்டி சஸ்பென்ஷன் கிடைச்சது. இந்த வேலை போனாலும் பரவாயில்ல சார். അദീന, ഐ വാണ്ട് ടു ടോക്ക് ടു യു പേഴ്സണലി. சொல்லுங்க சார். ഇതെൻ്റെ വാക്കല്ല, മുകളിൽ നിന്ന് പറഞ്ഞത് ഞാൻ തനിക്ക് ഫോർവേഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അത് പിന്നെ അദീന ഇപ്പം എത്ര ചോദിച്ചാലും തരാൻ ആളുണ്ട്. പിന്നെ ஐ கெஸ் யூ சார், ஃபைனல் டயலாக் இதாகுமென்னு இந்த மாதிரி என்கிட்ட சொன்னாலதான் அந்த 5 പണിഷ്മെന്റ്സും അതും സാറിന്റെ റാങ്കിലുള്ള ഓഫീസേഴ്സിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചതാണ്. അദീന, ഞാൻ ഐ നോ സർ, സാറുടെ പ്രഷർ, ബട്ട് ഐ എം ഹാപ്പി. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം, அந்த പ്രാഞ്ചിയെ കൊല ചെയ്ത് അവനുടെ കയ്യിലെ നിധി എടുത്തത് அந்த ബേബിയും ഫ്രെഡിയാണ്. അതിന് സോളിഡ് എവിഡൻസ് ഉണ്ടോ തന്റെ കയ്യിൽ? യെസ്, ഇതിലും വലിയ തെളിവ് വേണമാ സർ? വിത്തിൻ 2 days സാർ ഉദ്ദേശിക്കുന്ന എവിഡൻസുമായി അവരെ അറസ്റ്റ് ചെയ്ത് സാറുടെ മുന്നാടിയിട്ട് തരാം. അദീന, ആവേശം കാണിക്കണ്ട. ഈ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ, പിന്നെ ഞാനുണ്ടാവും തൻ്റെ കൂടെ. വെയിറ്റ്, ദിസ് ഈസ് മൈ ഓർഡർ. സർ ആൻസി, നീ കാര്യം പറ. നീ എന്നെ ഒന്നും മിണ്ടാത്തെ? എന്തോ സീരിയസ് ആയിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. ആൻസി, ഇത് നിർത്ത്. ഇതിപ്പോ കുറെ നേരമായല്ലോ. എന്നതാ ഇതിന്റെ പ്രശ്നം? കുഞ്ഞോനെ, നമ്മൾ ഒന്നിച്ചുള്ള ജീവിതം നീ ആഗ്രഹിക്കുന്നുണ്ടോ? ആൻസി, നിനക്ക് എന്നാ പറ്റിയത്? അത് നടക്കില്ല കുഞ്ഞോനെ. ഫ്രെഡി അതിന് സമ്മതിക്കില്ല. അവനൊരു വട്ട് കേസാ, നിനക്ക് അറിയാവുന്നതല്ലേ. നീ വിചാരിക്കുന്ന പോലെ അത്ര ശരിയല്ല കാര്യങ്ങൾ. നമ്മുടെ കല്യാണം ഉറപ്പിച്ചു എന്ന് അറിഞ്ഞിട്ട് തന്നെയാ അവൻ എൻ്റെ ഹോസ്റ്റലിൽ കയറി വന്നത്. എന്നിട്ട് എൻ്റെ ദേഹത്ത് കൈ വെച്ചത്. ഇന്നലെ ഞാൻ കണ്ടത് വേറൊരു ഫ്രണ്ടിനെ ആയിരുന്നു. ഇതുവരെ കാണാത്തൊരു ഭാവം. എനിക്ക് പേടിയാവുന്നുണ്ട് കുഞ്ഞോനെ. എനിക്ക് എപ്പോഴും ധൈര്യം തരുന്ന നീ ഇങ്ങനെ. എന്നോടല്ല കുഞ്ഞോനെ, ഇപ്പൊ അവന്റെ പക മുഴുവൻ നിന്നോടാ. നമ്മുടെ പിന്നാലെ ഉണ്ടവൻ. ഒരിക്കലും നമ്മളെ അവൻ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ഹാൻസി, നമ്മൾ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളത് ദൈവം തീരുമാനിച്ചത്. അതേത് ഫ്രെഡി വന്നാലും മാറ്റാൻ പറ്റില്ല. പിന്നെ നീ ധൈര്യമായിട്ടിരിക്കുക, നിനക്കൊന്നും സംഭവിക്കില്ല. ഞാനായി പറയുന്നു, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ഫ്രെഡിയുടെ കാര്യത്തിലും അതുണ്ടാവും. നിനക്കെന്നെ വിശ്വാസമില്ലേ? ഇനി ഒരിക്കൽ കൂടെ അവന്റെ മുന്നിൽ പെട്ടാ പിന്നെ ഞാൻ ഉണ്ടാവില്ല.
ചേട്ടാ 4 ചായ. മാത്രം ഒന്ന് ശ്രദ്ധിച്ചേ. രവിച്ച ഇനി ആ ഓട്ടോക്കാരനെ പൊക്കണമെന്നാ പെണ്ണുമ്പിള്ളയുടെ പ്ലാൻ. മാത്തൻ സർ, മേഡം நான் പുള്ളക്കുട്ടിക്കാരൊക്കെ കാപ്പാത്തുങ്ക ഒന്നും ഇങ്ങനെ ആകുമെന്ന് അറിഞ്ഞോണ്ടല്ല. അവരൊക്കെ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ എന്നെ കൊന്നു കളയൊന്ന് പേടിച്ചിട്ടാ മേഡം. മാപ്പാക്കണം മേഡം പ്ലീസ്. കരഞ്ഞിട്ട് കാര്യമില്ല മാത്ത സാറേ. നാട്ടുകാർ പിടിച്ചേൽപ്പിച്ച ഫ്രെഡിയും ഫ്രണ്ട്സും എങ്ങനെ പുറത്തു പോയെന്ന് പറ. ബേബി വിളിച്ചു, സാർ അവന്മാരെ അങ്ങ് വിട്ടു. അതല്ലേ സത്യം? ആ മാത്ത, താൻ അവരെ വിട്ടു. ഇടൂ, രാവിലെ ഞാൻ തന്നെ വന്ന് സ്റ്റേഷൻ എത്തിച്ചോളാം. താൻ പേടിക്കണ്ട, തനിക്കൊരു കുഴപ്പം വരത്തില്ല. ഇത് ഞാനല്ലേ പറയുന്നത്. സേക്രേട്ടനുണ്ടായിരുന്നില്ലേ അന്ന് ഡ്യൂട്ടിയിൽ? അന്ന് നൈറ്റ് പെട്രോളിങ്ങിന് ഞങ്ങളെയൊക്കെ വിട്ട് ഇദ്ദേഹമല്ലേ? എന്നെ രക്ഷിക്കണം മേഡം, എന്നെ രക്ഷിക്കണം പ്ലീസ്. ഇനി തനിക്ക് തെരിഞ്ഞത് എല്ലാമേ സൊല്ല്, ഉണ്മയാ സൊല്ല്. അറിയാം മേഡം, അന്ന് കുളം കുഴിക്കുന്ന സമയത്ത് ഫ്രാഞ്ചിക്ക് അവിടെ നിന്ന് ഒരു നിധി കിട്ടി. അതും കൊണ്ട് അവൻ നേരെ ബേബിയുടെ വീട്ടിൽ പോയി. ഞാനിവിടെ ഗസ്റ്റ് ഹൗസിലുണ്ട്. ഇല്ല മാത്ത, പുറത്തേക്ക് അവർ വിടത്തില്ല. വേണ്ട ചെയ്യടാ. എടാ ഫ്രെഡി, നീ വെറുതെ നിലയിട്ടിരിക്കരുത്. അവിടെ അടങ്ങി കിടക്കടാ. വെറുതെ പണി ഉണ്ടാക്കിയിട്ട് മനുഷ്യനെ. ഇല്ല, നാളെ ജാമ്യം കിട്ടുന്ന ഒരു അലമ്പൊന്നും ഉണ്ടാക്കാതെ ഇരുന്നൂടെ? ഇത് ബെസ്സായി മാത്രമായതുകൊണ്ട് നിങ്ങൾ ഇറക്കി വിട്ടു. എൻ്റെ കൂടെപ്പിറപ്പ് ജയിലിൽ കിടക്കുന്ന കാണാൻ എനിക്ക് മേലാഞ്ഞിട്ടാടാ. ഞങ്ങൾ ആ പെൺകൊച്ചിനെ ഒന്നും ചെയ്തിട്ടില്ല ചായ, സത്യം. ആ ജോസ് ഞങ്ങളെ പെടുത്തിയതാ ചായ. അവൻ ഇച്ചിരി വളരുന്നുണ്ട്. ആ നന്മവരം ഇനി അവിടെ വേണ്ട.